ഒരു 10 വർഷം പുറകോട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ ചില കാര്യങ്ങൾക്കെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഉറപ്പായിട്ടും, അല്ലെ? ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് നമുക്ക് സമയം കിട്ടാതെ വന്നിട്ടുണ്ടാവും. ചില കാര്യങ്ങൾ ചെയ്തത് ശരിയായിട്ടുണ്ടാവില്ല, ചില തീരുമാനങ്ങൾ എടുത്തത് ശരിയായിട്ടുണ്ടാവില്ല. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. അതൊന്നും ഒരു ജീവിതത്തില് തെറ്റായ ഒരു കാര്യമല്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് കിട്ടുന്നത് ചില തെറ്റായ തീരുമാനങ്ങളിൽ കൂടെയും ചില തെറ്റായിട്ടുള്ള അസോസിയേഷനിൽ കൂടെയും ചില തെറ്റായിട്ടുള്ള ചിന്തകളിൽ കൂടെയൊക്കെയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ തന്നെ വലിയ കാര്യമാണ്. പിന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം വെച്ചാല് നിങ്ങളുടെ ജീവിതത്തിൽ പ്ലാനിങ്ങിന് എന്തുമാത്രം പ്ലാനിങ് എന്നുള്ള ഒരു കാര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രസക്തി ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ സമയം കിട്ടാറില്ല. എല്ലാ കാര്യങ്ങളും രാവിലെ എഴുന്നേൽക്കുമ്പോൾ 10 ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 1-2 പോലും നമുക്ക് പലപ്പോഴും ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും അതിന് പറയുന്ന 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത, ചില കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാത്തതിന്റെ കാരണങ്ങൾ ഒന്ന് പറയുന്ന സമയമില്ല. യൂഷ്വലി പറയുന്ന സമയമില്ല. എല്ലാം കൂടെ ഞാൻ എങ്ങനെ ചെയ്യും, എനിക്ക് ആകെ 2 കൈയല്ലേ ഉള്ളൂ, എനിക്ക് ആകെ ഇത്ര സമയമല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. രണ്ടാമത്തെ കാര്യം ആൾക്കാർ പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല, എക്സ്പെർട്ടീസ് ഇല്ല, അല്ലെ നമുക്ക് ചെയ്യാനായിട്ട് അറിയില്ല. ചെയ്യാനായിട്ട് അറിയില്ല എന്നുള്ള ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരാൾ പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇന്ന് ചെയ്യാനായിട്ട് അറിയാനുള്ള ഒരു ആവശ്യമില്ല. കാരണം വെച്ചാല് ഇന്ന് ഞാൻ എന്റെ മോള് ലീവിന് വന്ന സമയത്ത്, അവള് പഠിക്കുകയാണ്, അപ്പൊ അവള് വെക്കേഷൻ വന്ന സമയത്ത് ഞാനൊരു ദിവസം ചുമ്മാ പറഞ്ഞു നമുക്ക് അവൾ എന്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞു നീ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. ഇനി അച്ഛൻ എന്താ വേണ്ടത്? ഞാൻ ചുമ്മാ അന്നേരം വായി തോന്നിയൊരു പേര് പറഞ്ഞു. എനിക്ക് എന്താ പറയുന്നത്, എന്തോ റോള് വേണമെന്ന് പറഞ്ഞു. അപ്പം ചൈനീസ് സാധനമാണ്. ഇവിടെ ഇതുവരെ കഴിച്ചിട്ടുമില്ല, ഇത് കണ്ടിട്ടുമില്ല. രണ്ടാമത്തെ ദിവസം ഈ സാധനം ഉണ്ടാക്കി. അതെങ്ങനെ, യൂട്യൂബല്ലേ ഉള്ള സാധനം, യൂട്യൂബിൽ കൂടെ സാധനം ചെയ്യാൻ പറ്റും. അപ്പൊ ഈ യൂട്യൂബിന്റെ കാലഘട്ടത്തിൽ, ഗൂഗിളിന്റെ കാലഘട്ടത്തിൽ ഒരു സാധനം അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസക്തി ഇല്ല. കാരണം ചാറ്റ് ജിപിടിയും അതുപോലെ തന്നെ ഡീപ് സീക്കും ഒക്കെ വാഴുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് 50 വയസ്സായി 40 വയസ്സായി എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു മീനിങ് ഇല്ല. കാരണം എഴുതാനും വായിക്കാനും അറിയാൻ പറ്റാത്ത ആൾക്കാർക്ക് ഗൂഗിളിനകത്ത് നിങ്ങൾക്ക് ഇന്ന് വോയിസ് കമാൻഡ് കൊടുത്താൽ കംപ്ലീറ്റ് ആയിട്ട് എഴുതി വരും. നിങ്ങൾ പറയുന്ന സാധനം അത് മലപ്പുറം ഭാഷയിൽ പറഞ്ഞാലും കോട്ടയം ഭാഷയിൽ പറഞ്ഞാലും അത് എഴുതി വരും. നിങ്ങൾ മനസ്സിലാക്കാം. ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്ന സാധനങ്ങൾ ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണത്. നമ്മളിപ്പോഴും പഴയ 1990 2000 കാലഘട്ടത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഇതിലൊരു മാറ്റം വരുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പിന്നെ നമുക്ക് ഒന്നിനും ഒരു മാറ്റം വരാൻ പാടില്ല. അപ്പൊ നമ്മളുടെ ജീവിതം മാറുന്നതനുസരിച്ച് നമ്മുടെ ചിന്തകളും നമ്മുടെ ഇതൊക്കെ മാറണം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇന്നത്തെ സാധനം, എന്തുകൊണ്ട് നമ്മൾ ചില ആൾക്കാർ ജീവിതത്തിൽ പലതും ചെയ്യാൻ പറ്റുന്നില്ല, അത് അല്ലെങ്കിൽ അതിന് പ്ലാനിങ്ങിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഇതിന്റെ ആദ്യത്തെ സ്ലൈഡിൽ തന്നെ കാണിക്കാൻ പോകുന്ന സാധനം, ഇഫ് യു ഡോണ്ട് ഹാവ് എ പ്ലാൻ യു വിൽ ഫിറ്റ് ഇൻ ടു സംബഡി എൽസസ് പ്ലാൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്ലാൻ ഇല്ലെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും പ്ലാനിന്റെ ഭാഗമാകും. കാരണം പല ആൾക്കാരും ജീവിതത്തിൽ 2 തരത്തിലുള്ള ആൾക്കാരാണ് പ്രധാനമായിട്ടുള്ളത്. എന്തെങ്കിലും നേടുന്ന ആൾക്കാർ, ആ ആൾക്കാർക്ക് എന്തെങ്കിലും നേടിക്കൊടുക്കുന്ന ആൾക്കാർ, അതാണ് രണ്ടാമത്തെ ആൾക്കാർ. അതായത് ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിലോ അല്ലെങ്കിൽ വഴിയെ പോകുന്ന സമയത്തൊക്കെ നമ്മൾ കഴിയുന്നത്ര ആഗ്രഹിക്കുന്ന ജോലി കിട്ടുക എന്നുള്ളതാണ്. കുട്ടികളെ പഠിപ്പിക്കുന്ന ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പല കോളേജുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരെ പറയും ടോപ്പ് സ്കോറേഴ്സിന് ഇത്ര സാലറി കിട്ടും. ഇപ്പം വലിയ വലിയ എഞ്ചിനീയറിംഗ് കോളേജോ അല്ലെ അതുപോലത്തെ കോളേജിലൊക്കെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഉണ്ട്. 5 ലക്ഷം രൂപ മാസം സാലറി, 10 ലക്ഷം രൂപ മാസം സാലറിക്കൊക്കെ ആൾക്കാർ എടുക്കും. അപ്പൊ ആ ജോലി കിട്ടുക എന്നുള്ള ലക്ഷ്യത്തിലാണ് പിള്ളേർ പഠിക്കുന്നത്. അപ്പൊ ജോലി കിട്ടുന്നത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ജോലി എന്നുള്ളത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കുറെ നാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാകുന്നത്, നമ്മളൊരു ജോലി ചെയ്യുന്നിടത്തോളം കാലം നമ്മൾ ആരുടെയൊക്കെയോ സ്വപ്നത്തിന് വേണ്ടി പണിയെടുത്തിട്ടിരിക്കുകയാണ്. സ്വപ്നങ്ങളുള്ളവൻ ജോലിയെക്കാളും കൂടുതൽ നോക്കുന്ന എന്താണ്, സ്വന്തമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അതൊരു ജോലി തന്നെയാണ്, സ്വന്തമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ നമ്മുടെ ടോപ്പിക്കിലെ വന്നാല് ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റൻ ഇതാണ്, ഇഫ് യു ഡോണ്ട് ഹാവ് എ പ്ലാൻ യു വിൽ ഫിറ്റ് ഇൻ ടു സംബഡി എൽസസ് പ്ലാൻ. അല്ലെങ്കിൽ കുറച്ചൊരു വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഒരു പ്ലാനിങ് ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറുക. ഒരു വ്യക്തി, നിങ്ങൾക്ക് ജീവിതത്തിൽ പ്ലാനിങ് ഉണ്ടാകുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം, പ്ലാൻസ് ആർ നത്തിങ്. അത് പ്ലാനും പ്ലാനിങ്ങും രണ്ടാണ്. പ്ലാനിങ് ഈസ് എവറിത്തിങ്. പ്ലാൻ ഉണ്ട് എല്ലാവർക്കും, നമുക്ക് ചെയ്യണം. പിന്നെ എല്ലാവർക്കും ആർക്കും ആഗ്രഹമില്ലാത്ത 2025 തുടങ്ങിയപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ആഗ്രഹിച്ച ആൾക്കാരുണ്ട്. പല ഭാഷ പഠിക്കണം, പല കാര്യങ്ങൾ ചെയ്യണം, വെയിറ്റ് കുറയ്ക്കണം, അതുപോലെ തന്നെ നമുക്ക് പുതിയ വരുമാനം ഉണ്ടാക്കണം, തീരുമ്പോഴത്തേക്ക് മാസം ഒരു 2 ലക്ഷമെങ്കിലും വരുമാനം ഉണ്ടാകണം, 5 ലക്ഷം ഉണ്ടാകണം. ഇങ്ങനെ പ്ലാൻ ഉണ്ട്. പക്ഷെ അതിനുവേണ്ടി പ്ലാനിങ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. കാരണം പ്ലാനിങ് ചെയ്യുക എന്നുള്ളത്, അതിലാണ് എല്ലാ കാര്യം ഇരിക്കുന്നത്. ആ പ്ലാനിങ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനകത്താണ് പ്രാധാന്യം ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിനകത്ത് ഇത് മനസ്സിലാക്കേണ്ട കാര്യം, an hour of planning can save you from hours of doing. 1 മണിക്കൂർ നിങ്ങൾ ജീവിതത്തിൽ പ്ലാനിങ്ങിന് വേണ്ടി മാറ്റി വെച്ച പ്ലാൻ എക്സിക്യൂട്ട് ചെയ്താൽ മണിക്കൂറുകളോളം പ്ലാനിങ് ഇല്ലാതെ പണിയെടുക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിനകത്ത് ആൾക്കാർ രാവിലെ ഇറങ്ങി എങ്ങോട്ടൊക്കെയോ പോവാണ്. ഒരു പ്ലാനിങ്ങും ഇല്ല. നമ്മൾ എന്താണ് വേണ്ടതെന്ന് പോലും പലപ്പോഴും അറിയില്ല. എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ എങ്ങും എത്താൻ പോകുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻഡ് പ്ലാനിങ് മാത്രമല്ല, അതിന്റെ എക്സിക്യൂഷനും വളരെ പ്രധാനപ്പെട്ടതാണ്.
സോ പ്ലാനിങ് അത് ആണ്, പ്ലാൻ അല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്. സോ സക്സസ് ഇസ് ദ റെസിഡ്യൂ ഓഫ് പ്ലാനിങ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നേടാനായിട്ട് ആഗ്രഹിക്കാത്ത ആരുമില്ല. വിജയം നേടാനായിട്ട് പരിശ്രമിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ എന്തുകൊണ്ട് വിജയം വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം നേടാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ വെരി സിമ്പിൾ. അവർ അതിനു വേണ്ടി പ്ലാൻ ചെയ്ത് അതിന്റെ പുറകെ പോകണം. പ്ലാൻ ചെയ്ത് പൈസ വേണം, അല്ലെങ്കിൽ വിജയം വേണം, സക്സസ് വേണം എന്നുള്ള ആഗ്രഹമല്ല. ആ സക്സസിലേക്ക് ഇപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ, ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് അവിടെ എത്താൻ വേണ്ട കൃത്യമായ പ്ലാനിങ്, കൃത്യമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റും. കുറെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ കുറെ ഹാർഡ് വർക്ക് കൊണ്ടോ മാത്രം ആരും ജീവിതത്തിൽ വിജയിക്കുന്നില്ല. വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയുള്ള ഹാർഡ് വർക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സോ ഓൾവേസ് റിമെമ്പർ, നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ പ്ലാനിങ്ങിന്റെ റെസിഡ്യൂ ആണ്. അതായത് പ്ലാനിങ്ങിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. പ്ലാനിങ് ഇല്ലാതെ ആർക്കും എങ്ങും എത്താൻ പറ്റുന്നത് മനസ്സിലാക്കാം. ദെൻ മറ്റൊരു സെന്റൻസ് ഓർത്തിരിക്കേണ്ടതാണ്, ഇഫ് യു ഫെയിൽ ടു പ്ലാൻ യു പ്ലാൻ ടു ഫെയിൽ. നിങ്ങളുടെ ജീവിതത്തിൽ പ്ലാനിങ് ഉണ്ടാക്കാൻ, അതായത് ഒരു കാര്യം കൃത്യമായ പ്ലാനിങ് ഉണ്ടാക്കാൻ നിങ്ങൾ സാധിക്കുന്നില്ലെങ്കിൽ, അതിൽ ഫെയിൽ ആയാല് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫെയിൽ ആകുവാണ്. എന്തിന്? പ്ലാൻ ചെയ്യുവാണ്. എന്തിന്? ഫെയിൽ ആകാൻ വേണ്ടി. അതായത് നിങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് ഫെയിൽ ആയാൽ നിങ്ങൾ ഫെയിൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുവാണ്. അതായത് നിങ്ങൾ ഒരു കാര്യം വ്യക്തമായിട്ട് ചോദിച്ചില്ലെങ്കിൽ, അത് നമ്മള് പണ്ട് കുതിരോട്ടൊപ്പം ചോദിച്ച പോലെ, നീ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കുന്നു പറഞ്ഞ പോലെ ഇതൊരു ട്വിസ്റ്റിംഗ് സാധനമാണ്. ഇത്രയുള്ള സംഭവം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഫെയിൽ ആകാൻ വേണ്ടിയുള്ള പ്ലാനിങ് അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. നമുക്ക് അതായത് വിജയിക്കാനായിട്ട് കൃത്യമായ പ്ലാനിങ്, എക്സിക്യൂഷനും ഒക്കെ വേണം. പരാജയപ്പെടാൻ ഒന്നിന്റെ ആവശ്യമില്ല, വെറുതെ ഇരുന്നാൽ മതി. അല്ലെങ്കിൽ വെറുതെ ചുമ്മാ ഒരു ഐഡിയ ഇല്ല ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കും, നിങ്ങൾ സമയം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ലക്ഷ്യം കണ്ടിട്ടുണ്ടാകത്തില്ല. സോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ് പ്ലാനിങ്. അത് രണ്ടാമത്തെ കാര്യം, ക്രിയേറ്റ് എ പ്ലാൻ ദാറ്റ് ഇൻക്ലൂഡ്സ് മെനി പീപ്പിൾ ഇൻ യുവർ പ്ലാൻ. അതായത് ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ എറ ഓഫ് കോ ക്രിയേഷൻ. ഇന്നത്തെ കാലഘട്ടം ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കോ ക്രിയേറ്റിംഗ് ദ ഫ്യൂച്ചർ. എനിക്കൊരു കഴിവുണ്ട്, എന്റെ ചുറ്റും നിൽക്കുന്ന 10 പേർക്ക് ഓരോ കഴിവുകളുണ്ട്. ആ 10 പേരുടെയും കഴിവുകൾ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ പറ്റുക. അല്ലാതെ നമ്മൾ മാത്രം ഹാർഡ് വർക്ക് ചെയ്തത് മറ്റൊരാളെ ഉൾപ്പെടുത്താതെ ഒരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ യു ആർ നോട്ട് ഗോയിങ് ടു ഡു എനിത്തിങ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ എക്സെപ്ഷണലി ടാലന്റ് ആയിട്ടുള്ള കലാകാരനോ അങ്ങനെയൊക്കെ, എന്നാലും നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ വേണം. നമ്മുടെ ബിസിനസ്സുകൾക്കകത്തൊക്കെ പ്രധാനമായിട്ടുള്ള കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല പ്ലാനിങ് ഉണ്ടാകുമ്പോൾ ആ പ്ലാനിങ്ങിനകത്ത് കുറെ ആൾക്കാരെ എക്സിക്യൂട്ട് ചെയ്യാം. ഇത് പലർക്കും പറ്റാത്ത കാര്യം. ഒന്ന് അജ്ഞത, രണ്ട് അതിനേക്കാളും വലിയ കാര്യം ഈഗോ. കാരണം ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഒരു കാര്യമാണ് ഈഗോ എന്ന് പറയുന്നത്. ഞാനാണോ നീയാണോ വലുത്? നമ്മളെ ചുറ്റും നിൽക്കുമ്പോൾ നമ്മളെക്കാളും അറിയാവുന്ന ഒത്തിരി ആൾക്കാരുണ്ടെന്ന് നമുക്ക് തോന്നും. നമുക്കറിയാം നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ഒരു കളക്റ്റീവ് ആയിട്ടൊരു എഫേർട്ടിൽ കൂടെ പല ആൾക്കാരെ കൂടെ ചേർത്തിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാർ, ഏറ്റവും വേണ്ടപ്പെട്ടവർ എന്ന് പറയുന്നതിനേക്കാൾ നല്ല മനോഭാവമുള്ള ആൾക്കാർ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അതിനുവേണ്ടി സമയം, അതിനുവേണ്ടി എനർജി, അതിനുവേണ്ടി ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉള്ള ആൾക്കാരെ കൂടെ നിങ്ങളുടെ പ്ലാനിങ്ങിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. കാരണം പ്ലാനിങ്ങിനകത്ത് നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേണ്ട രീതിയിൽ നമുക്കൊരു നല്ല സക്സസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വരത്തില്ല. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഇഫ് യു ഡോണ്ട് ഹാവ് എ പ്ലാൻ യു വിൽ ഫിറ്റ് ഇൻ ടു സംബഡി എൽസസ് പ്ലാൻ. പിന്നെ ഞാൻ പറയുന്നതിന്റെ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്ലാൻ ഇല്ലെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും പ്ലാനിന്റെ ഭാഗമായിട്ട് അറിയാതെ പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ ബിസിനസ് ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ, ഇപ്പൊ നിങ്ങൾ ജോലിയും ബിസിനസ്സും ഒക്കെ വിടും, ജീവിതത്തിൽ തന്നെ ചില തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത്, ഇപ്പൊ നമ്മള് ഒരു ഹോസ്പിറ്റലിൽ പോയി, എന്റെ ഒരു ക്ലോസ് റിലേറ്റീവ് ഹോസ്പിറ്റലിൽ കിടക്കാം. അതായത് ഡയബറ്റിക് കൂടുതലാണ്, കാലിൽ ചെറിയൊരു മുറിവ് വന്നു. അപ്പം ആൾക്കാരെല്ലാം കൂടി ഭയങ്കരമായിട്ട് ഉപദേശങ്ങളാണ്. അതായത് നാട്ടുവൈദ്യം മുതൽ ലാടവൈദ്യം മുതൽ ഭയങ്കര സംഭവങ്ങളാണ്. ഈ സീനിലേക്കാണ് ഇന്നലെ ഞാൻ കയറി ചെല്ലുന്നത്. ഞാൻ പറഞ്ഞു, ഞാനോട് ഒരു അഭിപ്രായം പറയുന്നതിന് ഒരു കാര്യമില്ല. ഓൾറെഡി ഇവിടെ 5-6 അഭിപ്രായങ്ങളുണ്ട്. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. ഞാൻ പുള്ളിക്കാരന്റെ മാനക മാറ്റി നിർത്തി ഞാൻ പറഞ്ഞു, എന്റെ അനിയനാണ്, മാറ്റി വേണം, നീ ആദ്യം മനസ്സിലാക്കുക, നിന്റെ അച്ഛനാണ്, നീ ഒരു വ്യക്തമായ തീരുമാനം എടുക്കുക, അതിന് വേണ്ട കറക്റ്റായിട്ട് അഭിപ്രായം പറയാവുന്ന ആളുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഇവിടെ വരുന്ന ആൾക്കാർക്ക് പല അഭിപ്രായങ്ങളുണ്ടാകും, അവരുടെ അച്ഛനല്ലേ കിടക്കുന്നത്. അതുകൊണ്ട് നീ നിന്റെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുക. ഞാനിത് പറയാനുള്ള കാര്യം, നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിനും ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും പ്ലാനിന്റെ ഭാഗമായിട്ട് മാറും. അപ്പൊ എന്താ ഉണ്ടാകുന്നത്? പിന്നെ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾക്കൊരു പ്ലാനിങ് ഇല്ല, നിങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും പ്ലാനിങ്ങിന്റെ ഭാഗമായി നിങ്ങൾ പോയിട്ട് പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കാം. സോ ഓൾവേസ് റിമെമ്പർ, പ്ലാനിങ് ഈസ് എവരിതിങ്. പ്ലാനിങ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പ്ലാനിങ് വളരെ പ്രധാനപ്പെട്ടാണ്. ദെൻ പ്രൊഡക്ടിവിറ്റി. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്ന ആക്ച്വലി എന്താണ് വിജയം? വിജയത്തിനെ ഡിഫൈൻ ചെയ്യുന്ന കാര്യം എന്താണ്? നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനം, നമ്മൾ പ്രൊഡക്ടിവിറ്റി. നമ്മൾ എന്ത് കാര്യങ്ങളും വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സക്സസ് ക്രിയേറ്റ് ചെയ്യണം, എന്തെങ്കിലും സർവീസ് കൊടുക്കണം, അല്ലെ? അപ്പൊ അത് എന്ന് പറയുന്ന ഒരിക്കലും ഒരു ആക്സിഡന്റ് അല്ല.
അതായത് തന്നെ സംഭവിക്കുന്ന കാര്യമല്ല. അപ്പൊ നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിനകത്ത് വരുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കൂടെ കുറെ ആൾക്കാർ വരുന്നു, അവരങ്ങ് ചെയ്ത് പോകുന്നു, നമ്മളങ്ങ് വിജയിക്കുന്നു. അങ്ങനെ ഒരു സാധനം ഒരിക്കലും ഉണ്ടാവുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അതൊരിക്കലും ഒരു ആക്സിഡന്റ് ആയിട്ട് സംഭവിക്കുന്നില്ല. എന്നാൽ അതിനുവേണ്ടി ഇറങ്ങി തിരിഞ്ഞാലോ ഇതൊരു വലിയ സംഭവം ആണെന്ന് അല്ലതാനും. അത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ലളിതമായിട്ടുള്ള കാര്യങ്ങളെ ലളിതമായിട്ട് കാണാതെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണുകയോ അല്ലെ നിസ്സാരമായിട്ട് കാണുകയോ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. സോ ഒന്നുകിൽ അതിനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണും, അല്ലെ വളരെ നിസ്സാരമായിട്ട് കാണും. നിസ്സാരമല്ല, ലളിതവും നിസ്സാരവും രണ്ടും രണ്ടാണ്. ലളിതവും അല്ലെങ്കിൽ ഈസിയും രണ്ടും രണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കുക. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമുക്കൊരു അച്ചീവ് ചെയ്യണം, ഒരു വലിയ ലെവൽ അച്ചീവ് ചെയ്യണം, ഒരു ടി സി ഏതെങ്കിലും ലെവൽ അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മാസം 2 ലക്ഷം, ആഴ്ച 2,10,000 വരുമാനം അച്ചീവ് ചെയ്യണം, അല്ലെ മാസം 8 ലക്ഷം വരുമാനം അച്ചീവ് ചെയ്യണം. അതൊരിക്കലും ഒരു ആക്സിഡന്റൽ ആയിട്ട് സംഭവിക്കില്ല. അതെന്താണ്? അതൊരു നല്ല പ്ലാനിങ്ങോടുകൂടിയും കമ്മിറ്റ്മെന്റോടുകൂടിയും വേണം സാധിക്കാൻ. നമ്മൾ സക്സസ്ഫുള്ളി ഗ്ലോബൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. ഒരു ഇവന്റ് നടക്കുന്നുണ്ടായിരുന്നു, ഭ്രമരം എന്നുള്ളത്. ആ ഭ്രമരത്തിനകത്ത് RTC ആയിട്ട് കയറുക, ആ ഒരു പ്ലാനിങ്ങിന്റെ പുറത്താണ് നമ്മൾ പോയത്. വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു, വീട്ടിൽ കയറാതെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ പ്ലാനിങ്ങോടുകൂടി വർക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുക. സോ മാൻ ഹു ഇസ് പ്ലാൻഡ് ആൻഡ് പ്രിപ്പയർഡ് ഹാസ് ഓൾറെഡി വൺ ഹാഫ് ദ സ്റ്റോറി, അതായത് ഓഫ് ദ ബാറ്റിൽ. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടിയും അതിനുവേണ്ടി പ്രിപ്പറേഷനോടുകൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ എല്ലാവർക്കും ജീവിതത്തിൽ 24 മണിക്കൂറുള്ളൂ. 24 മണിക്കൂർ മാത്രം ജീവിതത്തിലുള്ള ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അസറ്റ് 2 ലക്ഷം കോടിയുടെ ഒക്കെ അസറ്റ് ക്രിയേറ്റ് ചെയ്ത അനിൽ അംബാനി അല്ലെങ്കിൽ മുകേഷ് അംബാനി അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാർ അല്ലെ. അവർക്ക് 24 മണിക്കൂർ ഉണ്ടായിരുന്നില്ല. 24 മണിക്കൂറിനെ ക്രിയേറ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ നല്ല സക്സസ് ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങാന്നുള്ളതല്ല. അതുകൊണ്ടും കാര്യമില്ല. അതും പറയട്ടെ, ചില ആൾക്കാരെ ബ്രെയിൻ അങ്ങ് വിശ്രമിക്കുന്നില്ല. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഈ എന്താ പറയുന്നത് ആറ്റോമിക് പവർ എൻറൈസ് ടു എക്സ് എന്നുള്ള ലെവലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര പണിയാണ്. വർക്ക് ജീവിതത്തിൽ അമിതമായിട്ടുള്ള ആഗ്രഹമാണ് സക്സസ് ആകാൻ. അതിന്റെ ഒന്നും ആവശ്യമില്ല. കൂളായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ആകാം. കൂളായിട്ട് സക്സസ് ആകാൻ, പണിയെടുക്കാൻ സക്സസ് ആകാൻ പറ്റുക എന്നുള്ളതല്ല, കംഫർട്ടബിൾ ആയിട്ട് പ്ലാൻ ചെയ്ത് എന്താണ് ആരാണ്. പല ആൾക്കാരും പക്ഷെ ടീമിൽ ആളുണ്ട്, ആരൊക്കെ എന്തിനു പറ്റുമെന്ന് പോലും അറിയില്ല. ചില ആൾക്കാർക്ക് പ്രൊഡക്റ്റിലായിരിക്കും സ്ട്രെങ്ത്, ചില ആൾക്കാർക്ക് ടീമിലായിരിക്കും സ്ട്രെങ്ത്, ചില ആൾക്കാർക്ക് ട്രെയിനിങ്ങിലായിരിക്കും. ഇത് കണ്ടുപിടിക്കുകയും അതിനെ ഉപയോഗിക്കുകയും, ഇതൊക്കെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പൊ നമ്മളെ ഇന്ത്യൻ പാകിസ്ഥാനായിട്ട് വാർ ഉണ്ടായി കഴിഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാല് കൃത്യമായിട്ട് ആ ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? പാകിസ്ഥാന്റെ ഇന്ന സ്ഥലത്തൊക്കെ ഇത് ചെയ്യണമെന്ന് തീരുമാനം. അത് പ്ലാനിങ് ആണ്. എത്ര മണിക്കൂർ എത്ര ദിവസം മുമ്പത്തെ പ്ലാനിങ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വാർ നടക്കുകയാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വാറിനകത്ത് ഞാൻ ആരുടെയും പക്ഷം അല്ലെങ്കിൽ കൂടെ ഇസ്രായേലിന്റെ ആൾക്കാര് അവര് കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് ബോംബിട്ടു, അല്ലെങ്കിൽ അവരുടെ ന്യൂക്ലിയർ റിയാക്ടർ ഉള്ള സ്ഥലത്ത് പോയി ബോംബിട്ടു എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയുള്ള സ്ഥലത്ത് പോയി ബോംബിട്ടു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ എത്ര വർഷത്തെ പ്ലാനിങ് ഉണ്ടാവും അല്ലെ. മൊസാദ് എന്ന് പറഞ്ഞാൽ അവരെ സീക്രട്ട് ഏജൻസിയുടെ ആൾക്കാരെ അവര് ഇറാഖിനകത്ത്, ഇറാൻ എവിടെ കിടക്കുന്നത് അറിയാം? ഇറാഖും കഴിഞ്ഞാണ് ഇറാൻ കിടക്കുന്നത്. അതിന്റെ അവിടെ കയറി അവര് താവളം ഉണ്ടാക്കി എത്ര മണിക്കൂർ നേരത്തെ പ്ലാനിങ് ആയിരിക്കും. ഞാൻ പറഞ്ഞ ആരെയും ഗ്ലോറിഫൈ ചെയ്യല്ല, പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് പറയാണ്. ബിൻ ലാദൻ പിടിച്ചിട്ട് വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് പ്ലെയിൻ ഇടിച്ച് കയറ്റിയത് എത്ര വർഷങ്ങളുടെ പ്ലാനിങ് ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, അമേരിക്കൻ എയർലൈൻസിന്റെ പൈലറ്റുമാരെ സ്വാധീനിച്ച് അവരെ തന്നെ സൂയിസൈഡ് ബോംബറാക്കി ഈ സാധനം. അപ്പം നെഗറ്റീവായിട്ട് ചെയ്ത കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്, അതിന്റെ പോസിറ്റിവിറ്റി, അതിനെ പോസിറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഒരു സ്റ്റോറി ഞാൻ പറയാൻ പോകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ സാധാരണ മനുഷ്യരാണ് നമ്മൾ എല്ലാവരും എന്ന് നമ്മൾ വിചാരിക്കേണ്ട. എല്ലാവർക്കും അസാധ്യമായിട്ട് ഒത്തിരി കഴിവുകളുണ്ട്. ഈ കഴിവുകൾ കണ്ടെത്താനും ഉപയോഗിക്കാനും അതിനെ പ്രവർത്തിപ്പിക്കാനും പറ്റുന്ന ഒരു മാനസിക അവസ്ഥയ്ക്ക് നമ്മൾ വരണം. ഇതെല്ലാം ആരെങ്കിലും വരും, ആരെങ്കിലും ചെയ്യും, നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞ് വെറുതെ പണിയെടുത്തുകൊണ്ട് മാത്രം ആരും വിജയിക്കാൻ പോണില്ല. അതെപ്പോഴും മനസ്സിലാക്കുക. ആ പ്ലാനിങ് വ്യക്തമായിട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് വലിയ ലെവലിലേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റുക. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. എ മാൻ വാസ് പ്ലാൻഡ് ആൻഡ് പ്രിപ്പയർഡ് ഹാസ് ഓൾറെഡി വൺ ഹാഫ് ദ ബാറ്റിൽ. അതായത് വിജയം, ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് 90% വിജയിക്കുന്ന പേപ്പറിലാണ്. വിജയിക്കുന്ന ഇന്ന സാധനങ്ങൾ ചെയ്യണം, ഇന്നതാണ് നമ്മുടെ ലൊക്കേഷൻ, ഇന്ന സ്ഥലത്ത് ചെയ്യണം എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പൊ നമ്മൾ മുൻകൂട്ടി കാണാൻ പറ്റണം. അപ്പൊ നമ്മുടെ ബിസിനസ് ആണെങ്കിൽ ഇതിനകത്ത് ആരാണ് കഴിവുള്ളത്, ഇവർക്ക് എന്ത് കഴിവാണുള്ളത്, ഇവർക്ക് പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുമോ, ഇവർക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുമോ, അവർക്ക് അല്ലാതെ എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നു, സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വിത്ത് മീ, അങ്ങനെ ഒരു സാധനയെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള മനസ്സിലാക്കാം. സക്സസ്ഫുൾ പീപ്പിൾ പ്ലാൻ ദ വർക്ക് ആൻഡ് വർക്ക് ദ പ്ലാൻ. നിങ്ങൾ ഇലോൺ മസ്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അല്ലെ? ഇലോൺ മസ്ക് എങ്ങനെയാ എത്രയും കാര്യങ്ങൾ ചെയ്ത് ഒരു ഷോർട്ട് പീരീഡ് ആയിട്ടുള്ള. അപ്പൊ നമുക്ക് അംബാനീസോ അല്ലെങ്കിൽ ഈവൻ ട്രംപിന്റെ കഥ എടുത്തപ്പോൾ അതിനേക്കാൾ ഒത്തിരി സ്ട്രോങ് ആണ്. പക്ഷെ ഈ പറഞ്ഞ ഇലോൺ മസ്ക് എന്നുള്ള ഒരു 25 വർഷത്തെ സ്റ്റോറിയിലാണ് ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള മനുഷ്യനെത്തി. അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നത്? നാസയെ വെല്ലുവിളിച്ചിട്ട് ശൂന്യാകാശത്തിൽ എത്തിച്ചു. നിങ്ങൾ മനസ്സിലായല്ലേ? നാസയെ വെല്ലുവിളിച്ചിട്ട് നാസയിൽ നിന്ന് പല കാര്യങ്ങളും ഡ്രാഗൺ എക്സിന്റെ സഹായത്തോടു കൂടിയാണ് വിക്ഷേപിക്കാൻ നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. സാറ്റലൈറ്റ് കാര്യങ്ങൾ ലോകം മുഴുവൻ ഇപ്പൊ സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞെത്തിച്ചു. ടെസ്ല ലോകത്തിലെ ഇലക്ട്രിക് കാറുകളിൽ ഒരു വമ്പൻ തരംഗം ഉണ്ടാക്കി.
നിങ്ങൾ മനസ്സിലാക്കുക എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ഇതെല്ലാം രാവിലെ വൈകുന്നേരം ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾ. അങ്ങനെ അതിനെ കൃത്യമായ പ്ലാനിങ് നടത്തി അതിനെ ആളെ കണ്ടുപിടിച്ചു. അങ്ങനെ അതിനിടയ്ക്ക് യാത്ര പോകുന്നു, അങ്ങനെ അതിനകത്ത് പല കാര്യങ്ങളും ചെയ്യുന്നു, അതിനിടയ്ക്ക് അങ്ങനെ കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കുന്നു. ഇവിടെ പല ആൾക്കാർക്കും നമ്മളിപ്പം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് വീട്ടിൽ കയറാൻ സമയമില്ല, കുട്ടികളെ നോക്കാൻ സമയമില്ല, കൊച്ചേത് ക്ലാസ്സിൽ വെച്ചൊന്ന് പഠിക്കാൻ അറിയുന്ന വരുമാനം ഉണ്ടാകുന്നില്ല. അതെന്ത് കുഴപ്പമെന്ന് വെച്ചാൽ പ്ലാനിങ് ഇല്ലാതാണ്. രാവിലെ നമ്മൾ ഇറങ്ങി പോവാണ്. നമ്മൾ രാവിലെ ഇപ്പൊ പെരുമ്പാവൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളുണ്ട് ബംഗാളികൾ ഇങ്ങനെ നിൽക്കുന്നതാണ്. അവര് ബംഗാളികൾ ഇങ്ങനെ നിൽക്കുവാണ്. അവരൊക്കെ പോകാനായിട്ട് ഒരു വണ്ടി കൊണ്ട് വരുന്നു, നമ്മൾ കയറുന്നു പോകുന്നു. അവർക്ക് വേറെ പ്ലാനിങ് ഒന്നുമില്ല. അവർ രാവിലെ അവിടെ എത്തുക എന്നുള്ളതാണ് പ്ലാനിങ്. അവിടെ എത്തുന്നു, വണ്ടിയെ കയറുന്നു പോകുന്നു. വേറെ പ്രത്യേകിച്ച് ഒരു ഇതില്ല. അങ്ങനെ ജീവിതത്തിൽ ഒരു കാര്യം, നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തിയാണെന്ന് വെച്ചാൽ, ജോലി പലതരത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. ആ ജോലിയിൽ പോലും നിങ്ങൾക്ക് ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ പറ്റും ഇഫ് യു ആർ പ്ലാൻ. പല ആൾക്കാരും ജീവിതത്തിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുവാണ്, സമയമില്ല, തീരുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഈ പ്ലാനിങ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് മനസ്സിലാക്കുക. സോ പ്ലാൻ ദ വർക്ക് ആൻഡ് വർക്ക് ദ പ്ലാൻ. ഒരു കാര്യം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കുക, അതിനെങ്ങനെ എത്താൻ പറ്റുമെന്ന് പ്ലാൻ ചെയ്യുക, ആ പ്ലാൻ അങ്ങ് വർക്ക് ചെയ്യുക. അപ്പൊ തീർന്നു, എളുപ്പമായി. പിന്നെ നമുക്ക് ടെൻഷൻ ഒന്നും സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. അതിന്റെ പ്ലാനിങ് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള അസറ്റ് നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള അസറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ സമയമാണ്. ഇൻവാല്യുബിൾ എന്ന് പറയും. അതായത് പൈസ വാല്യൂ ഇടാൻ പറ്റാത്തൊരു സാധനമാണ് സമയം. അതിനെ വ്യക്തമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ കൃത്യമായ പ്ലാനിങ് ഉണ്ട്. ഞാൻ ശരിക്കും പല ആൾക്കാരോടും പറയാറുണ്ട്, ജീവിതത്തിൽ എല്ലാ ദിവസവും വർക്ക് ചെയ്യണമെന്നൊന്നുമില്ല വിജയിക്കണമെങ്കിൽ. ചില ദിവസങ്ങൾ നമുക്ക് സുഖമായിട്ടിരിക്കാം. 2 ദിവസം ഞാൻ ഒരാളോട് പറഞ്ഞാല് 2 ദിവസം ഒന്നും ചിന്തിക്കാതെ വെറുതെ ഇരിക്കും. ഒന്നും ചിന്തിക്കണ്ട, ഒന്നും ചിന്തിക്കേണ്ടെന്ന് അങ്ങ് തീരുമാനിക്കും. വെറുതെ പാട്ടിൽ നിൽക്കുക, വെറുതെ ഇരിക്കുക, അലസമായിട്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ പോലും നമ്മുടെ ബ്രെയിനിന് കപ്പാസിറ്റി കൊടുക്കും. പക്ഷെ അപ്പോഴും നമുക്കൊരു പ്ലാനിങ് ഉണ്ട്, നമുക്ക് പ്ലാൻ തന്നെ നടന്നോളൂ. എല്ലാ കാര്യവും നമ്മൾ തലയിറങ്ങി ചെയ്യണമെന്നില്ല. പക്ഷെ സമയം എന്ന് പറയുന്ന വ്യക്തമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചാൽ, ജീവിതത്തിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു അസറ്റ് ആണ് സമയം. അതിനെ വ്യക്തമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ വ്യക്തമായ പ്ലാനിങ് ആണ്. പ്ലാനിങ് ഇല്ലാത്ത ഒരാള് ഒരു കാലത്തും ഒന്നും ചെയ്യാൻ പറ്റും. പല ആൾക്കാരും ജന്മന ലേറ്റ് ആണ്, എല്ലാ കാര്യത്തിനകത്തും ജന്മന ലേറ്റ് ആണ്. നമുക്കറിയാം ചില ആൾക്കാര് ഇന്നലെ ഞങ്ങളുടെ ബന്ധുക്കളെ കൂടി ഒരാളെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം രാവിലെ വരാമെന്ന് പറഞ്ഞാൽ ഉച്ചക്കത്തെ ചോറ ഞാൻ ഉണ്ടാക്കുക, ഉച്ചക്ക് ഊണുണ്ടാക്കി വെച്ചാൽ മതി, രാവിലെ വരികയെന്ന് എനിക്കറിയാം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്? എന്നാൽ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നൽ ഉണവാക്കുന്ന ആൾക്കാരാണ് അവര്. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ നമുക്ക് പ്ലാനിങ് ഇല്ല. ദെൻ സെക്കൻഡ് ബെനിഫിറ്റ് ഓഫ് ദ പ്ലാനിങ് ഈസ് നോയിങ് എക്സാക്ട്ലി വേർ ആൻഡ് ഹൗ യു വാണ്ട് ടു ഗോ. പ്ലാനിങ്ങിന്റെ രണ്ടാമത്തെ ബെനിഫിറ്റ്, നിങ്ങൾക്ക് എവിടെ പോകണമെന്ന് കൃത്യമായിട്ടും എങ്ങനെ പോകണമെന്ന് കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യുദ്ധങ്ങൾ നടക്കുന്ന സമയത്തോ ബിസിനസ് സ്ട്രാറ്റജീസ് സെറ്റ് ചെയ്യുന്ന സമയത്തോ ഒക്കെ തന്നെ എങ്ങനെയാണ് ചെയ്യുക, ഒരു കൃത്യമായിട്ടൊരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് എത്താം. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മളുടെ ഗോരഖ്പൂർ ബേസിൽ നിന്ന് ഒരു വിമാനം പൊങ്ങി, അതിൽ നിന്നൊരു മിസൈൽ പോയി പാകിസ്ഥാന്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് അത് ബോംബ് വർഷിക്കണം എന്ന് കൃത്യതയോടുകൂടി നിഷ്ഠതയോടുകൂടി പോകുന്ന എത്ര സമയം എടുക്കുന്നു, എത്ര തിരിച്ചു വരും, അതിന്റെ ബാക്കപ്പ് പ്ലാൻ എന്താണ്, കാഷ്വാലിറ്റി എന്താണ്, റഡാറിനെ എങ്ങനെ ബ്ലോക്ക് ചെയ്യും, ഇതെല്ലാം ചെയ്യുന്ന പ്ലാനിങ് അല്ലേ. ഇതുപോലെ ജീവിതത്തിലും പ്ലാൻ ചെയ്യാൻ പറ്റില്ലേ? നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. എന്തെല്ലാം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും. നമ്മളെ പോലെ മനുഷ്യരിലെ ഇതെല്ലാം ചെയ്യുന്നത്, അതുപോലെ പ്ലാൻ ചെയ്യാൻ പറ്റുക. പൂളിംഗ് ടാലൻസ്, ടൈം ഓവർ എനർജി. പ്ലാനിങ് കൊണ്ട് ഉണ്ടാകുന്ന മൂന്നാമത്തെ ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് ടാലൻസ്, കഴിവുകള്, സമയം, അതുപോലെ എനർജി. ഇതാണ് ലോകത്തിലെ ഏറ്റവും വില പിടിക്കുന്ന സാധനങ്ങൾ. കഴിവുകളുണ്ട്. ഈ കഴിവുകൾ ഇപ്പൊ നമ്മുടെ ടീമിൽ ഇപ്പൊ നിങ്ങളുടെ കൂടെ 10 പേരുള്ളെങ്കിൽ ആ 10 പേര് വലിയ കഴിവുള്ള ആൾക്കാരായിരിക്കും. അതിൽ എല്ലാവർക്കും ഒരു കഴിവല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം വെച്ചാൽ എല്ലാവരും ഒരേ രീതിയിൽ കാണുന്നു. മാർക്കാണ് നമ്മുടെ ഏറ്റവും വലിയ സാധനം. അതൊക്കെ എന്നോ കളഞ്ഞു പോകേണ്ട സാധനങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു കുരങ്ങനെയും ഒരു നായയും ഒരു മീനിനെയും കൂടെ പിടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ആരാണ് നീന്താൻ മിടുക്കൻ, അവനാണ് മിടുക്കൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? അപ്പൊ നമുക്ക് അതിലാണ് മാർക്ക് ഇടുന്നത്. അല്ലെ ആരാണ് മരത്തെ കയറാൻ മിടുക്കൻ എന്ന് പറഞ്ഞാൽ അവർക്ക് മാർക്ക് കൊടുക്കാന്ന് പറയുന്ന പോലെയാണ്. എല്ലാവരും ഒരു കാര്യം പഠിപ്പിക്കും, അതിനകത്ത് ചിലർക്ക് പാസ്സാവാം, ചിലർക്ക് പാസ്സാവത്തില്ല. പക്ഷെ അവരുടെ ജീവിതത്തിലെ കഴിവുകൾ തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഇന്നിപ്പോ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ശരിക്കും DPEP എന്ന് പറഞ്ഞ സിസ്റ്റത്തിൽ ഒത്തിരി മാറ്റങ്ങൾ നമ്മൾ ആദ്യം ചിരിച്ചെങ്കിൽ അതിനകത്തുള്ള ഒത്തിരി മാറ്റങ്ങളുണ്ട്. ഒരു വ്യക്തിക്ക് നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർ, സ്കൂൾ എഡ്യൂക്കേഷൻ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർ നിങ്ങളൊന്ന് ആലോചിച്ച് എന്തുമാത്രം കഴിവുള്ള ആൾക്കാരുണ്ട്. അവരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. എന്താ സംഭവം? നമ്മൾ ആകെ പറയുന്ന ഈ ആഴ്ച നമുക്ക് 10,000 ലീവ് കൊണ്ടുവരണം, അല്ലെങ്കിൽ 10,000 20,000 കൊണ്ടുവരണം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് വേറെ ഒരു കാര്യമില്ല. എന്നാൽ എങ്ങനെ അത് ഉപയോഗിക്കാം? ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും സംഖ്യയല്ല, ഒരു വോളിയം അല്ല. ബിസിനസിന്റെ ടാർഗറ്റ് ഒരിക്കലും ബിസിനസ് വോളിയം അല്ല. ബിസിനസിന്റെ ടാർഗറ്റ് ആൾക്കാരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ്. കാരണം ഈ ബിസിനസിന്റെ ടാർഗറ്റ് ആൾക്കാരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയാൽ എന്താ ഉള്ള ഗുണം എന്നറിയാവോ? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് വോളിയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ വോളിയം മാത്രം ടാർഗറ്റ് ചെയ്യാൻ വോളിയം മാത്രമേ നടക്കുള്ളൂ. അപ്പൊ നമ്മുടെ കൂടെ ഇത്ര ആൾക്കാരുണ്ട്, ഓക്കെ, നമ്മുടെ ടീമിനകത്ത് ഇന്ന കഴിവുള്ള ആളുണ്ട്, അത് ആൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇന്ന ആൾക്കാർക്ക് ആളെ കളക്ട് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് മാസമായിട്ടുള്ള ആൾക്കാരിലേക്ക് എത്താൻ പറ്റും. അത് ഉപയോഗിക്കുന്നിടത്താണ് നമുക്ക് അത് പ്ലാനിങ്ങിൽ കൂടെ സാധിക്കുള്ളൂ. അതിനാണ് നിങ്ങൾക്ക് ഒരു മെന്റർ വേണമെന്ന് പറയുന്നത്. മെന്റർ, ഒരു ഗുരു, അവർ പറഞ്ഞു തരും നിങ്ങൾക്ക് എന്താ വേണ്ടെന്നുള്ളൂ. ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഉണ്ട്. എല്ലാ ചെയ്തതിനും ഒരു താളം ഉണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്,
ഒരു താളം ഉണ്ടാകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്കറിയാം, ഇപ്പം നമുക്കൊരു സംഗീതം നമ്മൾ പറയാറില്ല, ഒരു സൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ചുറ്റിരിക്കുമ്പോ ഇപ്പൊ കുറെ ഇപ്പം നിങ്ങളെ കുറെ സാധനങ്ങൾ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുക. കോട്ടയം ടൗണിലോ എറണാകുളം സിറ്റിയിലോ കൊണ്ട് ഒരു വണ്ടി വെച്ചിട്ട് ഒരു മൈക്ക് വെച്ചിട്ട് കുറെ ശബ്ദങ്ങൾ നിങ്ങൾ കേട്ടാൽ അത് ഓർത്തിരിക്കുകയല്ല. പക്ഷെ നിങ്ങൾ ഒരു പാട്ട് നിങ്ങളെ കേൾപ്പിച്ചാൽ കുറെ കഴിയുമ്പോൾ നിങ്ങൾ അറിയാതെ പാട്ട് കൂടും. എന്നാൽ പാട്ടിനൊരു താളമുണ്ട്, ഒരു ചിട്ടയുണ്ട് അല്ലെ. ഈ ചിട്ടകൾ ഇപ്പൊ നമ്മൾ കർണാട്ടിക് ആണെങ്കിൽ അതിന്റെ രാഗത്തിലായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അത് വെസ്റ്റേൺ ആണെങ്കിലും ചില മീറ്റേഴ്സ് ആയിരിക്കും, അവർക്ക് രാഗങ്ങളല്ല, അവർ ചില മീറ്റേഴ്സ് ആയിരിക്കും. ആ മീറ്ററിനകത്ത് നിന്നാണ് ഇപ്പോഴത്തെ റാപ്പേഴ്സ് ഒക്കെ പാടുന്ന മീറ്റേഴ്സിനകത്ത് നിന്നിട്ട്. മറ്റേതാണെങ്കിൽ താളമാണ്. അപ്പൊ അതിനൊരു താളമുണ്ട്. അപ്പൊ അത് റാപ്പിനാണെങ്കിലും ഉണ്ട്, എല്ലാത്തിനും ഒരു താളമുണ്ട് അല്ലെ. ഇതെന്താണ് സംഭവം? ഇതൊരു പ്രൊഫഷണലിസം ആണ്. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിക്കകത്ത് പ്രൊഫഷണലിസം ഉണ്ടെങ്കിൽ നമ്മളോട് ആൾക്കാർ വരും. നമുക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല എന്താ ചെയ്യുന്നത്, നമ്മൾ ഇന്നല്ല നാളെ ചെയ്യുന്നത്, നമ്മൾ ചെല്ലാന്ന് സമയത്ത് ചെല്ലിയല്ല, നമ്മളെ തന്നെ പ്രൊജക്ട് ചെയ്ത് നടന്നാലൊന്നും ആൾക്കാരൊന്നും, ഈ ലോകമൊക്കെ മാറി, നമ്മൾ തിരിച്ചറിയാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ. ഈ ലോകം മാറിയ തിരിച്ചറിയാത്ത കുറെ ആൾക്കാരുണ്ട്. അത് നമ്മൾ അതിനകത്ത് പെടരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ ഹാവ് എ പ്രൊഫഷണൽ അപ്രോച്ച് വിത്ത് പ്ലാനിങ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നത് സ്ട്രെസ് ഇല്ല. ടെൻഷൻ ഉണ്ട് എനിക്ക് ചില സമയത്ത്, പക്ഷെ ഈ ടെൻഷൻ പെട്ടെന്ന് തന്നെ ഇല്ലാതെ പ്ലാനിങ് ചെയ്ത് ഞാൻ എന്റെ മുന്നിൽ പലതരത്തിലുള്ള സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. എന്റെ മുന്നിൽ ബോർഡ് ഉണ്ട്, അതിനകത്ത് പല സാധനങ്ങളുണ്ട്. നമുക്ക് സ്ട്രെസ് അതുകൊണ്ട് നമുക്ക് കുറയും. എന്താ സ്ട്രെസ്? ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം, ചെയ്യണമെന്നും എനിക്കറിയാം, ചെയ്തേ തീരുമെന്നും എനിക്കറിയാം, ചെയ്യാൻ നിവൃത്തിയില്ലെന്നും എനിക്കറിയാം. പക്ഷെ അത് സ്ട്രെസ് അല്ല, കാരണം ചെയ്യാനുള്ള പ്ലാൻ എന്റെ അടുത്തുണ്ട്. അപ്പൊ നമുക്ക് സ്ട്രെസ് ഇല്ല. ചില ആൾക്കാർക്ക് സ്ട്രെസ്സാണ്, ഭയങ്കര സ്ട്രെസ്സാണ്, ചെറിയ കാര്യങ്ങൾ പോലും സ്ട്രെസ്സാണ്. അപ്പൊ നമ്മൾ അത് പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആലോചിക്കുക. ഈ 5 കാര്യങ്ങൾ: സമയം സേവ് ചെയ്യാം, നിങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും എപ്പോൾ എത്താൻ പറ്റും, എങ്ങനെ പോകണം എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം, നിങ്ങളുടെ കൂടെയുള്ള റിസോഴ്സസ് നന്നായിട്ട് ഉപയോഗിക്കാം, പ്രൊഫഷണൽ ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും. നമ്മളറിയാം ഇപ്പൊ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പൊതുവെ ഇല്ലാത്തൊരു സാധനം ഈ പ്രൊഫഷണൽ അപ്രോച്ച് ആണ്. നമ്മളത് ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ് സക്സസ് വരിക. അത് വളരെ പ്രധാനപ്പെട്ടാണ്. നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യണം? 2025 ഒരു പ്ലാൻ, ക്വാർട്ടർലി പ്ലാൻ, നമുക്ക് അടുത്ത 3 മാസത്തേക്ക് ഒരു പ്ലാൻ, ഒരു മന്തിലേക്കുള്ള പ്ലാൻ, ഡെയിലി പ്ലാൻ, ഒരു 3 മുതൽ 5 മണിക്കൂർ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളൊരു ഈ ബിസിനസിന് വേണ്ടി മാറ്റി വെക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സക്സസ് ഉണ്ടാക്കാം. ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്നവർ ഫുൾ ടൈം ആയിട്ട് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഈവൻ പാർട്ട് ടൈം ആയിട്ട് പോലും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകും. പക്ഷെ 3 മുതൽ 5 മണിക്കൂർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ അതിനകത്ത് അരമണിക്കൂർ ഒരുങ്ങാനും മേക്കപ്പ് ഇടാനൊക്കെ പോയി, അരമണിക്കൂർ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോയി, ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ ചെയ്താൽ ഒന്നും നടക്കില്ല. നമുക്ക് കൃത്യമായി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു, അതൊരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് മാറിയാൻ സാധിക്കും. അങ്ങനെ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നുണ്ടാവും. സോ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്ലാനിങ് എന്നുള്ളത്. മേക്ക് ടൈം ഫോർ പ്ലാനിങ്. വാർസ് ആർ വൺ ഇൻ ദ ജനറൽ സ്റ്റാൻഡ്. മനസ്സിലല്ലേ? അതായത് ഒരു യുദ്ധം ജയിക്കുന്ന ഒരു ജനറലിന്റെ, യുദ്ധത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ജനറൽ ഉണ്ടാവും, കമാൻഡർ ജനറൽ ഉണ്ടാവും, ആരെങ്കിലും ഉണ്ടാവും. അവരുടെ ടെന്റ്, യുദ്ധത്തിന്റെ ഭൂമിയിൽ ടെന്റുകൾ ഇടും അല്ലെ, യുദ്ധമുഖത്ത്. ആ ടെന്റിനകത്താണ് യുദ്ധം ചെയ്യുന്നത്, ഫീൽഡിലല്ല. ഫീൽഡിൽ പോയി ആക്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ സംഭവിക്കുന്ന ഫീൽഡിൽ ഒത്തിരി പേരുണ്ട്, ഓരോരുത്തരുടെയും തോക്കുണ്ട്. നീ വെടിവെച്ചോളാൻ പറയും, ഒരുത്തൻ മുകളിലോട്ട്, ഒരുത്തൻ കീഴോട്ട്, ഒരുത്തൻ സ്വയം, ഒരുത്തൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെടിവെച്ചോണ്ടിരിക്കുക, എങ്ങും എത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, സ്റ്റീവൻ കവിയുടെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, നമുക്കൊക്കെ കോമൺ സെൻസ് വെച്ച് അറിയാവുന്ന ഒരു സാധനമാണ്. മേക്ക് ടൈം ഫോർ പ്ലാനിങ്, വാർസ് വൺ ഇൻ ദ ജനറൽ സ്റ്റാൻഡ്. ജനറലിന്റെ ടെന്റിലാണ് വാർസ് എല്ലാം ഉണ്ടാകുന്നത്. നിങ്ങൾ മനസ്സിലാക്കാം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സ്റ്റോറിക്കകത്ത് ഇതിനകത്ത് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് അറിയാം. എന്ന് പറഞ്ഞാല് ഇന്ത്യ 2003 മുതൽ ചൊവ്വ മാർസ് മിഷൻ എന്നൊരു സാധനം പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു. അതിന് മുമ്പ് തന്നെ പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിലും 2003 മുതൽ മാർസ് മിഷൻ എന്നുള്ള വളരെ സീരിയസ് ആയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ത്യക്കുള്ള ഒരു പ്രശ്നം, ഇന്ത്യ ഒരു ദരിദ്ര രാജ്യം എന്നുള്ളൊരു ചട്ടക്കൂടിലായിരുന്നു അടുത്ത കാലം വരെയൊക്കെ നിന്നിരുന്നത്. അപ്പം റിസോഴ്സസ് ഇല്ല. കാരണം ISRO, ഇന്ത്യൻ സാറ്റലൈറ്റ് റിസർച്ച് ഓർഗനൈസേഷൻ, ഇസ്രോ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ കൊടുക്കാനായിട്ട് വളരെ ലിമിറ്റഡ് ഫണ്ടാണുള്ളത്. കാരണം നമ്മുടെ ഡിഫൻസിനും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്കറിയാം ഇന്ത്യ അത്ര വലിയൊരു GDP ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്തൊക്കെ. ഉണ്ടായിരുന്നപ്പോൾ പോലും അതിന്റെ പ്രയോറിറ്റീസ് വേറെയാണ്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, റെയിൽ ഡെവലപ്മെന്റ്, അത് റോഡ്, റെയിലൊക്കെ, ഇൻഫ്രാസ്ട്രക്ചർ, എയർപോർട്ട്, ഇതിനൊക്കെ പൈസ വേണം. ടാക്സ് സേവിങ്സ്, ടാക്സ് കളക്ഷൻ അത്രയും ഉണ്ടായിരുന്നില്ല. അപ്പം വളരെ റിസോഴ്സസ് ലിമിറ്റഡ് ആയിരുന്നു. അപ്പം 2010 ഇവര് ഫാറ്റ് ബോയ് എന്ന് പറഞ്ഞൊരു വലിയ ഒരു ലോഞ്ചിങ് വെഹിക്കിൾ ഉണ്ട്, GSLV. പറഞ്ഞാൽ എന്താ പറഞ്ഞ ജിയോ പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. അങ്ങനെ ഒരു സാധനം ഉണ്ടായി. ആ ഒരു വലിയ ഫാറ്റ് ബോയ് എന്ന് പറഞ്ഞാൽ അത് ഫാറ്റ് ബോയ് എന്നൊരു പേരിട്ടാണ്. ഈ സാധനം 15 ഏപ്രിൽ 2010 ഇത് ഫെയിലായി. ഇത് വിക്ഷേപണം ഫെയിലായി. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഫാറ്റ് ബോയ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൃത്യതയോടെ ഏറ്റവും വലിയ ഭാരം വഹിച്ച് ദൂരത്തേക്ക് വിക്ഷേപിക്കാൻ സാധിക്കുന്ന ഒരു വലിയൊരു വിക്ഷേപണ ദൗത്യമായിരുന്നു ഫാറ്റ് ബോയ് എന്നുള്ള. ആ വിക്ഷേപണം, ആ പൊങ്ങിപ്പോകുന്ന സാധനം ഇല്ലേ, അതാണ് ശരിക്കും പറഞ്ഞാൽ ലോഞ്ച് വെഹിക്കിൾ. അതായിരുന്നു സാധനം. ആ സാധനം ഫെയിലായപ്പോ എന്ത് ചെയ്തു? ഇസ്രോ അത് വലിയ നാണക്കേടായി, ഇന്ത്യൻ സാറ്റലൈറ്റ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇതിനകത്ത് ടോപ്പ് ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലായി ഇന്ത്യയെ കൊണ്ട് ഇത് പറ്റിയല്ല. കാരണം നമുക്ക് എപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ വന്ദേ ഭാരത് ട്രെയിൻ ഉണ്ടാക്കിയ ആ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, അത് പിന്നെ പറയാം ഒരു ദിവസം. നിങ്ങളറിയാം, ഒരാളുടെ ഇച്ഛാശക്തിയാണ്.
അത് പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ സെമി സ്പീഡ് ട്രെയിൻ ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു ഇല്ല നമ്മൾ ഉണ്ടാക്കിയിരിക്കുമെന്ന് പറഞ്ഞാൽ വന്ദേ ഭാരതാണ് ഇന്ന് കൂളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ഈ ഇസ്രോയിൽ അന്നത്തെ തലപ്പത്തിരുന്ന പല ആൾക്കാരും പറഞ്ഞു നമ്മളെ കൊണ്ട് ഇത് പറ്റിയല്ല. അവര് ചില ആൾക്കാർ നാസയിൽ ജോയിൻ ചെയ്യാൻ പോയി. നാസ പറഞ്ഞാൽ അമേരിക്കൻ സ്പേസ് ഏജൻസിയാണ്, അവിടെ ജോയിൻ ചെയ്യാൻ പോയി. അപ്പം പക്ഷേ ഇത് നടക്കിയല്ല, അല്ലെ നമുക്ക് നാസയായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം, അങ്ങനെ നടക്കുള്ളൂ. അല്ലെ നമുക്ക് മാർസ് മിഷൻ നടക്കിയല്ല, അല്ലെ മാർസ് മിഷൻ പോട്ടെ നമുക്ക് മൂൺ മിഷൻ പോലും നടക്കുന്നില്ല, ചന്ദ്രൻ കഴിഞ്ഞിട്ട് പിന്നെ പോകണം മാർസിലേക്ക്, അത് നടക്കിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ അന്നത്തെ GSLVയുടെ ഡയറക്ടർ പറഞ്ഞു നടക്കിയല്ല, നമ്മൾ തന്നെ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പം പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ ഒത്തിരി ഡിസ്കഷൻ വന്നു. നമുക്കറിയാം ഒരു ഗവൺമെന്റ് തലത്തിൽ ഡിസ്കഷൻ എടുക്കുമ്പോൾ ഒത്തിരി ഗവൺമെന്റ് എന്താ സക്സസ് പറയും തീരുമാനം എടുക്കണമെങ്കിൽ എന്തുമാത്രം പ്രശ്നങ്ങളാണ്. അപ്പൊ തീരുമാനം എടുക്കുന്നിടത്ത് പല അഭിപ്രായം ഉണ്ടാവും, എല്ലാവരും കേൾക്കാരും നമ്മൾ എങ്ങും എത്താൻ പോകുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു അദ്ദേഹം ഈ മാർസ് മിഷൻ എന്ന് പറഞ്ഞാല് അദ്ദേഹം പല ഡിസ്കഷന് ശേഷം അവരങ്ങ് ഷെൽവ് ചെയ്തു. എന്നുവെച്ചാൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു, അത് മാറ്റിവെച്ചു. അപ്പൊ എന്താ വെച്ചാൽ 2025 പോലും അത് നടക്കാൻ സാധ്യതയില്ല എന്ന് അവർ മനസ്സിലാക്കിയിട്ട് അത് മാറ്റിവെച്ചു. പക്ഷെ ചെറിയൊരു ടീമിനെ അതിനകത്തേക്ക് ഒരാളെ ഒരു നമുക്കറിയാലോ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒതുക്കണമെങ്കിൽ അയാൾ ഏതെങ്കിലും മൂലക്കിലേക്ക് മാറ്റും, ഏതെങ്കിലും പ്രസക്തമല്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റും. അങ്ങനെ ഒരു ചങ്ങാതി ഇതിന്റെ ഇതിലേക്ക് മാറ്റി ഒരു ചെറിയ ടീം കൊടുത്തത് ഈ മാർസ് മിഷൻ നോക്കിയോ നമുക്ക് വിട്ടേക്കാന്ന് പറഞ്ഞു. ഈ ചങ്ങാതി അവിടെ പോയി എന്താ ചെയ്യേണ്ടെന്ന് അറിയാൻ മേലായിരുന്നു. എന്നിട്ട് ഇവര് ബജറ്റ് കൊടുത്ത് മാവൻ എന്ന് പറഞ്ഞിട്ടുള്ള അതായത് അമേരിക്കയിലെ മാർസ് മിഷൻ മേവൻ എന്നാണ് പേര്. മേവന് 485 മില്യൺ, 1 മില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 7 കോടി. അപ്പൊ 4,000 കോടി 13,000 കോടിയുടെ ഫണ്ട് ഉണ്ടായിരുന്നു. നമുക്ക് ആകെ 350 കോടിയാണ് ഫണ്ട്. 350 കോടി 4,500 കോടി എന്ന് പറഞ്ഞാൽ എന്തുമാത്രം കോടി വ്യത്യാസം അല്ലെ. 4,500 കോടി. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ ഒന്നും സാധിക്കില്ല. കാരണം സ്പേസ് മിഷനൊക്കെ ഭയങ്കര കൃത്യതയോടെ ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളാണ്, പൈസ ഇല്ല. 3,600 കോടി ആണ് നാസയ്ക്ക് ഉണ്ടായിരുന്നത്, 550 കോടിയാണ് നമുക്കുണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാം നാസ പോലത്തെ സ്ഥാപനങ്ങൾക്ക് 3,600 കോടി വലിയൊരു സംഖ്യ ആയിരിക്കില്ല അമേരിക്കയ്ക്ക്. പക്ഷെ അവർ 3,600 കോടി വെച്ച് വലിയ പ്ലാനിങ്ങോടെ ചെയ്യുവാണ്. നമ്മുടെ അടുത്ത് ആകെ 550 കോടി. അതായത് അത് നമുക്കൊരു വലിയ ട്രെയിലർ ലോറിയും ഓട്ടോറിക്ഷയും തമ്മിലുള്ള ഡിഫറൻസിൽ നമുക്ക് പൈസ ഉള്ളൂ. അപ്പൊ അങ്ങനെ നിൽക്കുവാണ്. അപ്പൊ അത് കഴിഞ്ഞാല് രണ്ടാമത്തെ കാര്യം, ഇന്ത്യക്ക് ഒരു റോക്കറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ പോലും ഇല്ല. അതായത് ഫാറ്റ് ബോയ് എന്നുള്ള അവരുണ്ടാക്കിയ സാധനം ഫാറ്റ് ബോയ് ഫെയിലായി. ഇത് മുകളിലോട്ട് വിക്ഷേപിക്കാൻ ഒരു സാധനം പോലും ഇല്ല, പൈസ ഇല്ല, ഒരു നല്ല വാഹനം ഇല്ല. അപ്പൊ എന്ത് ചെയ്തു, ഫെയിൽ ആകുമെന്ന് തീരുമാനമായി. ഒരു ഹോപ്പും ഇല്ലായിരുന്നു. പക്ഷെ ഈ ടീമിനകത്ത്, ഈ മാർസ് മിഷന്റെ ടീമിനകത്ത് ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡി പുള്ളിക്കാരി ഭയങ്കര പുള്ളിക്കാരിക്ക് സ്പേസ് എന്ന് പറഞ്ഞാൽ ക്രേസ് ആയിരുന്നു, സ്പേസ് മിഷൻ എന്ന് പറഞ്ഞാൽ ക്രേസ് ആയിരുന്നു. പേര് മറന്നുപോയി. പുള്ളിക്കാരി അതൊരു സിനിമ വന്നിട്ടുണ്ട്, ആ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് വിദ്യാ ബാലനാണ് ആ റോൾ എടുത്തിരുന്നത്, അക്ഷയ് കുമാറാണ് ഈ ഡയറക്ടർ റോൾ എടുത്തത്. ഈ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഇതിന്റെ പുറകെ അഡമന്റ് ആയിട്ട് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞ്. അപ്പൊ പൈസ ഇല്ലാതെ എങ്ങനെ പോകുമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ലോ കോസ്റ്റ് മോഡലുണ്ട്. ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ബജാജിന്റെ ചേതക സ്കൂട്ടറൊക്കെ പണ്ടുണ്ടായിരുന്നപ്പോ പെട്രോൾ ഇല്ലെങ്കിൽ ചെരിച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് പോകും നമ്മൾ. അതിനകത്ത് 4 തുള്ളി പെട്രോൾ ഉണ്ടെങ്കിൽ ആ 4 തുള്ളി ഉപയോഗിക്കാൻ കഴിവുള്ള ആൾക്കാരെ ഇന്ത്യക്കാരൻ. അമേരിക്കക്കാരൻ അതിനകത്ത് ചെറിയൊരു മിസ്സിംഗ് എന്ന വണ്ടി ഇട്ടിട്ട് അവൻ വേറെ വണ്ടി വിളിച്ചു, അല്ലെങ്കിൽ ടോയിങ് വെഹിക്കിളെ കയറ്റിക്കൊണ്ടു പോകും. അപ്പൊ നമ്മൾ ലോ കോസ്റ്റ് മോഡൽ ഉണ്ടായി. അവർ തീരുമാനിച്ചു, അവരെ ആൾക്കാരെ കൺവിൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഒരു പൂരിയിൽ നിന്നാണ്, അതായത് പൂരി ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറിയിൽ നിന്നാണ് ആ കഥയ്ക്കകത്ത് ചെയ്തിരിക്കുന്നത്. മംഗൾയാൻ എന്ന് പേരെടുത്തു. അപ്പോഴും ആർക്കും വിശ്വാസമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, റിവേഴ്സ് ക്ലോക്ക് സെറ്റ് ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഈ 2025 ഡിസംബർ 31 മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ ആദ്യം റിവേഴ്സ് ക്ലോക്ക് സെറ്റ് ചെയ്യും, പുറകോട്ട് വർക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി ആൾക്കാരിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എന്താ പറയുക, ഒത്തിരി കൃത്യമായിട്ട് ആൾക്കാരിലെ നമുക്ക് അതിനകത്ത് അലൈൻ ചെയ്യാൻ സാധിക്കും. അവർ റിവേഴ്സ് ക്ലോക്ക് സെറ്റ് ചെയ്തു, അത് കൃത്യമായിട്ട് ആൾക്കാരെ അസംബിൾ ചെയ്തു, നല്ല പ്ലാൻ ഉണ്ടാക്കി. ഏറ്റവും കുറഞ്ഞത് എന്താ പറഞ്ഞ 300 ദിവസത്തെ യാത്രയുണ്ട്. അതായത് ഇവിടുന്ന് വിക്ഷേപിക്കുന്ന വാഹനം 300 ദിവസം സ്പേസിൽ കറങ്ങിയിട്ട് വേണം ഈ മാർസിലെത്താൻ. പല ആക്ടിവിറ്റീസ് കൂടെ കറങ്ങിയിട്ട് വേണം സ്പേസിലെത്താൻ. നല്ല പ്ലാനിങ് വേണം. അപ്പം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് മിഷനാണ്. അതിനെക്കുറിച്ച് കേട്ടാൽ മനസ്സിലാവും. ഞാൻ അതിനൊക്കെ ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പോയി കാണാറുണ്ട്. ഇതൊക്കെ എങ്ങനെയാ നടന്നതെന്ന് നമ്മൾ അറിയണല്ലോ. നമ്മളെപ്പോഴുള്ള ആൾക്കാരല്ലേ ചെയ്ത്. നാസ, ജപ്പാൻ, റഷ്യ ഒക്കെ ഫസ്റ്റ് അറ്റംപ്റ്റ് വിജയിച്ചിട്ട് പോലില്ല. അത്രയും കോംപ്ലിക്കേറ്റഡ് സാധനമാണ്. അവർക്കൊക്കെ ഇഷ്ടംപോലെ പൈസയും റിസർച്ചും വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊക്കെ വലിയ ടീമും ഭയങ്കര എക്സ്റ്റൻസീവ് ടീമുണ്ട്. പക്ഷെ നമുക്കൊന്നുമില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാല് പ്ലാനിങ്ങിന് സമയം ഉണ്ടായില്ല, പൈസ ഉണ്ടായില്ല, ടീം ഉണ്ടായില്ല.
പക്ഷെ 66% ടൈമും ഇവരെന്ത് ചെയ്തു, ഉള്ള സമയം വെച്ച് പ്ലാൻ ചെയ്തു. അതായത് മാർസ് മിഷന്റെ എൻറ്റയർ പ്ലാനിങ് 2.25 വർഷം കിട്ടിയതിനകത്ത് അവർ പറയുന്നത് 66% സമയം ഞങ്ങൾ ചെലവഴിച്ചത് ഈ മിഷൻ പ്ലാൻ ചെയ്യാനാണ്. ഇവിടുന്ന് പോയാൽ അവിടം വരെ എത്ര സമയം എടുക്കും, എങ്ങനെ പോകും, അവിടുത്തെ വെലോസിറ്റി എത്രയായിരിക്കും, അവിടുത്തെ ഗ്രാവിറ്റി എത്രയായിരിക്കും, അവിടുത്തെ അതിന്റെ ഇതുണ്ട് പെരിജി എപ്പോജി പെരിജി എന്ന് പറഞ്ഞാൽ ഇത് കറങ്ങുന്ന ഒരു ആംഗിൾ ഉണ്ട്, ഈ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ എത്രയായിരിക്കും, ഇതെല്ലാം കണക്കൂട്ടുമായിരുന്നവര്. അപ്പൊ ഒരു ഗ്രാം വെയിറ്റിന് എന്തുമാത്രം ഇഫക്റ്റ് അവിടെ ഉണ്ടാക്കാൻ പറ്റും, അത് ബാറ്ററി ഉണ്ട്, അതെങ്ങനെ വർക്ക് ചെയ്യും, ഇങ്ങനെ പല കാര്യങ്ങളും. അതായത് 100 ദിവസം ഉണ്ടെങ്കിൽ 66 ദിവസവും പ്ലാനിങ്ങിനാണ്. നമ്മൾ 100 ദിവസം ഉണ്ടെങ്കിൽ 99 ദിവസവും പണിയാണ് എടുക്കുന്നത്. പ്ലാനിങ് ഇല്ലാതെ പണി എടുത്താൽ നിങ്ങൾ ആലോചിക്കുക എവിടെ എത്താം. 5 നവംബർ 2013 ഈ ഒരു അവസാനം നമ്മുടെ മംഗൾയാൻ എന്നുള്ള ഈ മിഷൻ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് അത് വിക്ഷേപിച്ചു. നവംബർ 16 മിഷൻ കംപ്ലീറ്റ് ആയത്. അപ്പൊ നവംബർ 16 മിഷൻ കംപ്ലീറ്റ് ആയി. എന്നാൽ ആ സാധനം എന്താ പറയുക, ചില ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാണ്ട്. അത് കഴിഞ്ഞ് നവംബർ 16 കംപ്ലീറ്റ് ആയി. ഡിസംബർ 1 എർത്തിന്റെ ഓർബിറ്റ് വിട്ടു. ഡിസംബർ 1 അത് കഴിഞ്ഞിട്ട് മാർസിന്റെ, അതായത് ഭൂമിയുടെ ഗുരുത്വാകർഷണം, ഭൂമിക്ക് ഒരു ഓർബിറ്റ് ഉണ്ട് അപ്പോൾ ആ ഓർബിറ്റ് വിട്ടിട്ട് മാർസിന്റെ ഇതിലേക്ക് കയറി പിടിക്കണം. അങ്ങനെ കുറെ കോംപ്ലിക്കേറ്റഡ് സാധനം, അത്രയും മനസ്സിലാക്കിയാൽ മതി. 9,25,000 കിലോമീറ്റർ റേഡിയസിലാണ് ഇത് കറങ്ങേണ്ടത്. നിങ്ങൾ ആദ്യമൊക്കെ നമ്മളെ പോലുള്ള ആൾ ഭൂമിയിൽ നിന്ന് വിട്ടൊരു സാധനമാണ് ഈ പറയുന്നത്. ജൂൺ 11, 2014 26ാമത് കോംപ്ലിക്കേറ്റഡ് മിഷൻ അവര് സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത് മാർസിന്റെ ഗ്രാവിറ്റേഷനിൽ എൻറ്റർ ചെയ്തു. 22 സെപ്റ്റംബറിൽ മാർസിന്റെ ഗ്രാവിറ്റേഷൻ സ്പിയറിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്തു. 24 സെപ്റ്റംബർ 2014 അത് മാർസിന്റെ ഓർബിറ്റില് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മാർസിന്റെ, അതായത് അമേരിക്കയും ജപ്പാനും റഷ്യയും പോലും ആദ്യത്തെ അറ്റംപ്റ്റിൽ വിജയിക്കാത്ത ആൾക്കാര് 4500 കോടിയുടെ മിഷൻ ഫെയിൽ ആയ സമയത്ത് 350 കോടിക്ക് നമ്മൾ ഈ സാധനം അവിടെ എത്തിച്ചു. അത് ലോകത്തിലെ തന്നെ ചരിത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, മാർസിലേക്ക് എൻട്രി ചെയ്യുന്ന 4 മിനിറ്റ് ശരിക്കും പറഞ്ഞാൽ ഭൂമിയായിട്ട് യാതൊരു കണക്ഷൻ ഉണ്ടാകില്ല, ഭൂമിയുടെ മറവിലാണ് നിൽക്കുക. എന്നിട്ട് പോലും അത് ഇന്ത്യയിൽ നിന്ന് അത് പ്ലാൻ ചെയ്ത് കൃത്യസമയത്ത് അവിടെ എത്തിച്ചു. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഞാനീ പറയാനുള്ള കാര്യം വെച്ചാല് നമ്മുടെ ജീവിതത്തിലെ എന്ത് കാര്യവും പ്ലാനിങ് ഉണ്ടെന്ന് നടക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഭൂമിയിലിരുന്ന ആൾക്കാര് 3.5 വർഷം കൊണ്ട് പ്ലാൻ ചെയ്ത് ചന്ദ്രനിലേക്ക് ചന്ദ്രനും കഴിഞ്ഞ് ചൊവ്വയിലെത്തി, ചൊവ്വയിൽ അത് ലാൻഡ് ചെയ്യാൻ പോകുന്ന അവസാനത്തെ 4 മിനിറ്റ് നമുക്ക് ഒരു ബന്ധം ഉണ്ടാവുകയില്ല, ഈ ഭൂമിയായിട്ട് ഒരു ബന്ധം ഉണ്ടാവുകയില്ലെന്ന് മനസ്സിലാക്കി അതിന്റെ പ്ലാനിങ് ആ സമയത്ത് ഈ മെഷീൻ തന്നെ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് ഈ സാധനം അവിടെ എത്തിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അത് നമ്മളെപ്പോലുള്ള ആൾക്കാരാണ് ചെയ്തതെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് എന്ത് എക്സ്ക്യൂസാണ് ഉള്ളത്? നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കി. ഒരു മാസം 50,000 രൂപ 1 ലക്ഷം രൂപ വരുമാനം നിങ്ങൾക്ക് നേടാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ആരോടായി പറയും? നിങ്ങൾ ആലോചിച്ച് നോക്കി. സോ ഇതാണ് അവരിന്ന് ആദ്യം വിട്ട മെസ്സേജ് എന്നാണ് പറയുന്നത്, ഐ എം ഇൻ ദ മാർഷ്യൻ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ പിക്ചറാണ്, ഇങ്ങനെ ആയിരിക്കത്തില്ല. ഇത് PM മോദി, ഇതാണ് ഇദ്ദേഹമായിരുന്നു അന്ന് ISROയുടെ ചെയർമാൻ. അദ്ദേഹം ISROയുടെ മലയാളിയാണ്. അദ്ദേഹത്തിന്റെ ചെയർമാൻ അദ്ദേഹത്തിനെ ആ മിഷന്റെ സമയത്ത് അഭിനന്ദിക്കുന്ന ചിത്രങ്ങളാണ്. ഇതാണ് അവരുടെ ടീം. ഈ ടീം ഇതുപോലെ നിങ്ങൾ നോക്കി, ഇതിനകത്ത് നിങ്ങളുടെയൊക്കെ ഫോട്ടോ പോലത്തെ ഫോട്ടോ അല്ല, ഇതിനകത്ത് വേറെ ജീനിയസ് എന്ന് പറയുന്നത് എല്ലാവരും ജീനിയസ് ആണ്, ചില ആൾക്കാർ മാത്രമേ അത് പുറത്തെടുക്കുന്നുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് ആ ടീമിന്റെ സന്തോഷം. ഈ ലേഡീസ് ആണ് ഇതെല്ലാം സംഭവിച്ചത്. ഒത്തിരി ആ സിനിമ കാണാനാണ്, ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഉണ്ട്. അല്ലാതെ നമ്മുടെ നാട്ടില് കുറെ കോമഡികൾ മാത്രം സിനിമ കണ്ടിട്ട് കാര്യമില്ല. നമുക്ക് ഒത്തിരി ഇതുപോലെ ഇൻസ്പയറിംഗ് സ്റ്റോറീസ് ഒക്കെ നിങ്ങൾ കാണണം. ഇത് മാർസിൽ നിന്ന് അയച്ച ഫോട്ടോ പോലത്തെ ഒരു ഫോട്ടോ ആണ്, ഒറിജിനൽ ആണെന്ന് എനിക്ക് അറിയത്തില്ല. സോ ഒരു കാര്യം മനസ്സിലാക്കുക, ഗുഡ് ലക്ക് ഈസ് ദ റിസൾട്ട് ഓഫ് ഗുഡ് പ്ലാനിങ്. ഞാൻ ഇത്രയും സ്റ്റോറി കൊണ്ട് ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. ഭൂമിയിൽ നിന്ന് 3.5 വർഷം മുമ്പ് കൊണ്ട് പ്ലാൻ ചെയ്ത് ഏറ്റവും ചെലവ് ചുരുക്കിയിട്ട് ചൊവ്വയുടെ ഓർബിറ്റിൽ കയറി, ഭൂമിയുടെ ഓർബിറ്റിൽ നിന്ന് വിക്ഷേപിച്ച് ചൊവ്വയുടെ ഓർബിറ്റിൽ കയറി, നമ്മളുടെ ആരും ഭൂമിയിൽ നിന്ന് ഒരു കണക്ഷൻ പോലും ഇല്ലാതിരുന്ന 4 മിനിറ്റില് സ്വയം ഡിസൈഡ് ചെയ്ത് ആ മെഷീൻ താഴെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, അതിന് പറ്റുന്ന കഴിവുള്ള ആൾക്കാർ ഭൂമിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്തുമാത്രം കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് ഇറങ്ങുവാണ്. എന്താ ചെയ്യേണ്ടത് നമുക്കറിയത്തില്ല, എന്താ ചെയ്യണം. അതാണ് പ്രശ്നം. പ്രാർത്ഥിച്ച കുഴപ്പമില്ല, ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായിട്ട് ഐഡിയ ഉണ്ടാകണം. സോ എനിത്തിങ് ഈസ് പോസിബിൾ വിത്ത് എ പ്രോപ്പർ പ്ലാനിങ്. എവറിത്തിങ് ഈസ് ഡിഫിക്കൽട്ട് ആൻഡ് മെസ്സി വിത്തൗട്ട് പ്ലാനിങ്. പ്ലാനിങ് ഇല്ലെങ്കിൽ ഒരു സാധനവും മെസ്സി ആയിട്ടും ഡിഫിക്കൽട്ടും ആയിരിക്കും. മനസ്സിലാക്കാം. പ്ലാനിങ് ഉണ്ടെങ്കിൽ എല്ലാം എളുപ്പമായിരിക്കും. പ്രൊഫഷണൽ ആയിരിക്കുക. ബി എ മാൻ ഓർ വുമൺ വിത്ത് എ പ്ലാൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്ലാനിങ് ഉണ്ട്, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് മറ്റൊരാളുടെ പ്ലാനായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ 100 കണക്കിന് ആൾക്കാർ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവും. പ്ലാനിങ് ഇല്ലാത്ത ആൾക്കാരുടെ കഴിയില്ല, പ്ലാൻ ഇല്ലാത്ത ആൾക്കാരുടെ ആരും അട്രാക്ട് ആവത്തില്ല. പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ആൾക്കാർ അട്രാക്ട് ആവും. നിങ്ങൾക്കാവും, നിങ്ങൾ അവരെ എവിടെയെങ്കിലും എത്തിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാം, അവർക്കറിയാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, യു ഹാവ് സക്സസ് വെരി ഗ്ലോബൽ. SBG is your golden wings to fly. നിങ്ങൾക്ക് പറക്കാനുള്ള സ്വർണ്ണ ചിറകുകളാണ്. നിങ്ങൾക്ക് സ്വർണ്ണ ചിറകുകളുള്ളപ്പോൾ പറക്കണം, എഴഞ്ഞു നടക്കരുത്.
റെയിൻബോ മഴവില്ലിന്റെ മുകളിൽ കൂടെ പറക്കണം, അപ്പോഴാണ് അതിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക. സോ ഫ്ലൈ ഹൈ അബോവ് ദ റെയിൻബോ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. റിപ്പീറ്റ് ആഫ്റ്റർ മീ. നിങ്ങൾ സ്വയം പറയേണ്ട ഒരു കാര്യമാണ്, ഐ ആം ദി ബെസ്റ്റ്. എല്ലാ ദിവസവും പറയാം, ഐ ആം ദി ബെസ്റ്റ്, ഐ ഡിസേർവ് ദ ബെസ്റ്റ്. എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങളുണ്ട്. ഐ ഹാവ് ദ ബെസ്റ്റ്, ഐ ആം ഇഗ്നൈറ്റഡ് ആൻഡ് ടുഡേ ഈസ് മൈ ബെസ്റ്റ് ഡേ. ഞാൻ ഏറ്റവും ബെസ്റ്റ് ആണ്, ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അർഹിക്കുന്നുണ്ട്, എന്റെ കയ്യിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഞാൻ ഇഗ്നൈറ്റഡ് ആണ് ആൻഡ് ടുഡേ ഈസ് മൈ ബെസ്റ്റ്. ഞാൻ ഇഗ്നൈറ്റഡ്, ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്, ഞാൻ വളരെ ആവേശത്തിലാണ്. ആൻഡ് ഇന്നത്തെ ദിവസമാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ദിവസം. ബിക്കോസ് നിങ്ങൾക്ക് മാത്രം ഇന്നത്തെ ഒരു ദിവസം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ മാത്രം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, വേറെ ആർക്കും പറ്റില്ല. സോ ക്രിയേറ്റ് എ ഗ്രേറ്റ് ഡേ ഇൻ യുവർ ലൈഫ്. ജീവിതത്തിൽ ഏറ്റവും നല്ല ദിവസം ഉണ്ടാകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഈ ബിസിനസ്സിൽ കൂടെ ഏറ്റവും നല്ല നേട്ടങ്ങൾ ഉണ്ടാകാൻ ശ്രമിക്കുക. സോ പ്ലാൻ ഫോർ 2026, 2026 പ്ലാൻ ചെയ്യുക. വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ നേട്ടങ്ങളും ഉണ്ടാകാം. നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കേണ്ടത് കൃത്യമായ പ്ലാനിങ്ങിലും അതിന്റെ എക്സിക്യൂഷനിലാണ്. നിങ്ങൾക്ക് സാധിക്കും. ലെറ്റ്സ് ഡു ഇറ്റ് ടുഗദർ. ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ടൈം. ടേക്ക് കെയർ. ബൈ.